അന്നേരം എന്തോ കൊടുത്തു, 2 വെള്ളവും മാറി ഡ്രൈ ലാൻഡ് അപ്പിയർ ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഹോൾ മീനിങ് വരുന്നത്. എന്നാൽ ദൈവം എന്തോ പറയുന്നത്, ദൈവം സമുദ്രത്തിനോട് പറഞ്ഞു വെള്ളമല്ല ഒരു സ്ഥലത്തോട്ട് ഡ്രൈ ലാൻഡ് അപ്പിയർ. മനസ്സിലായി? അന്ന് ദൈവം പറഞ്ഞത് നമ്മൾ മനുഷ്യർ കണ്ടിട്ടില്ലാത്തത് ആ സെയിം തിങ് ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്തിട്ട് മനുഷ്യരെ കാണിച്ച് ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്ത ജാതിയെ കാണിച്ചു കൊടുക്കുക. ലെതർ ഡ്രൈ ലാൻഡ്, സമുദ്രം വഴി മാറട്ടെ, ലെതർ ഡ്രൈ ലാൻഡ് വരട്ടെ. അത് മനസ്സിലായി? അതാണ് ഇതിൻ്റെ ഹോൾ ബേസിക് മീനിങ് എന്ന് പറയുന്നത്. ആ ഡ്രൈ ലാൻഡ് ആരാന്നൊക്കെ ഉള്ളൂ നമ്മൾ ഇനി പുറകെ വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഡ്രൈ ലാൻഡ് നമ്മൾ പഠിച്ചു. ഈ കവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഗ്യാദർ ചെയ്തിട്ട് അതേപോലെ ഒരു പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് നമുക്കൊരു ഹോപ്പ് തരുക. മനസ്സിലായി? ഒരിക്കലും നമ്മുടെ വഴിയെല്ലാം അടഞ്ഞു പോയി എന്ന് കാണുന്ന സമയത്ത് ദൈവം ദൈവത്തിൻ്റെ ഒരു വാക്കിനാൽ അത് ഞങ്ങൾ ഈ ആഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. ഞങ്ങളൊരു കുറച്ച് ഫൈനാൻഷ്യൽ ക്രൈസിസ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ ഈ മാസം ഒന്ന് ഇതാക്കുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. അത് ഞാനിന്ന് രാവിലെ മമ്മിയോടും ഷേബയോടും പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നില്ല. ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് ദൈവത്തിൻ്റെ ഒറ്റ വാക്കിനാൽ ദൈവം ഒരു പ്രതീക്ഷയാക്കി തന്നു. മനസ്സിലായി? ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത കൊച്ച രീതിയിലാണെങ്കിലും, പക്ഷേ ഒരു എങ്ങനെ ആകുന്നതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് കാണുന്ന സമയത്ത് ദൈവം ഒരു വഴി തുറന്ന് ഓപ്പണാക്കി തന്നു. മനസ്സിലായി? എന്ന് പറയുന്ന പോലെ എന്നുള്ളതാണ് ഈ കാവ്. മനസ്സിലായി? അത് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഗ്യാദർ ചെയ്യുക, ഒന്ന് പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് നമുക്ക് ദൈവത്തിൻ്റെ ഒറ്റ വാക്കിനാൽ ബേഴ്സ്റ്റിംഗ് ഫോർത്ത്. മനസ്സിലായി? അത് അടുത്ത നമ്മൾ വരുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച മിറ്റാഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ബിനീത്ത് ടെറ്റാറസ് നമ്മൾ പഠിച്ച ടെറ്റാറസോ അല്ലെങ്കിൽ ടത്തോറസോ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക, ഇഷ്ടമുള്ള രീതി. ഓക്കെ, അടുത്ത നമ്മൾ കാണാൻ വരുന്നത് എൽ മഖോം എന്ന് പറഞ്ഞ വേർഡാണ്. മനസ്സിലായി? എൽ മഖോം എന്ന് പറഞ്ഞ വേർഡാണ്. ഈ ജൂയിഷ് ആൾക്കാർ വായിക്കുമ്പം ഇങ്ങനെ എൽ മഖോം ഏഖാദ് എന്നാണ് വായിക്കുന്നത്. മനസ്സിലായി? ഒറ്റയടിക്കാണ് വായിക്കുന്നത്. എൽ എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഇതിന് എൽ എന്ന് പറഞ്ഞാൽ അപ്പോൺ അല്ലെങ്കിൽ അപ്പോൺ എന്ന് വരുന്നതും അല്ലെങ്കിൽ അതിനെന്താ പറയുന്നത് അൻറ്റു എന്നൊക്കെ പറഞ്ഞ് വരുന്ന മീനിങ് വരുന്നത് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ പണ്ട് ചോദിച്ചു ആൽഫനെ